വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് കോൺഗ്രസ് അനുകൂല വിദ്യാഭ്യാസ സംഘടന വി.ഡി. സതീശനെ നേരിട്ട് കണ്ട ആവശ്യം അറിയിച്ച് KPSTA. ഘടകകക്ഷികൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നത് സംഘടനയ്ക്ക് പ്രതിസന്ധിയാണെന്ന് KPSTA നേതാക്കൾ. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ ആരൊക്കെയാണെന്നൊരു ആകാംക്ഷയിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു സമയത്താണ് വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് അനുകൂല വിദ്യാഭ്യാസ സംഘടനകളൊക്കെ രംഗത്ത് വന്നിരിക്കുന്നത്. വി.ഡി. സതീശനെ നേരിട്ട് കണ്ട ആവശ്യം അറിയിച്ചിരിക്കുകയാണ് KPSTA. ഘടകകക്ഷികൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നത് സംഘടനയ്ക്ക് പ്രതിസന്ധിയാണെന്നാണ് KPSTA നേതാക്കൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്തായാലും നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനെ നേരിട്ട് കണ്ട് തങ്ങളുടെ ആവശ്യം അറിയിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് അനുകൂല വിദ്യാഭ്യാസ സംഘടനകൾ ഉന്നയിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ വീണ്ടും അനുനയിപ്പിക്കാൻ നീക്കം. വി.ഡി. സതീശൻ ചെന്നിത്തലയുടെ വീട്ടിലെത്തി നിർണായക ചർച്ചകൾ നടക്കുന്നത് വഴുതക്കാട്ടെ വസതിയിൽ. വിവരങ്ങളുമായി D. ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. വി.ഡി. സതീശൻ ചെന്നിത്തലയുടെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും മന്ത്രിമാരെ ഇന്ന് വൈകിട്ടോടുകൂടി പ്രഖ്യാപിക്കുകയാണ്. ഈ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തലയും ഉണ്ടാകുമോ? ഇത്തരത്തിൽ രമേശ് ചെന്നിത്തല അനുനയത്തിനൊക്കെ വഴങ്ങുമോ? വിവരങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം മുതൽ, അതായത് മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇന്നലെ മുതൽ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾ പുരോഗമിച്ചു വരികയാണ്. KPCC അധ്യക്ഷൻ, അതുപോലെ തന്നെ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്നിവർ രമേശ് ചെന്നിത്തലയെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി കണ്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് മന്ത്രിസ്ഥാനം നൽകണം, ഒപ്പം തന്നെ ജോസഫ് വാഴയ്ക്കിനെ KPCC അധ്യക്ഷനാക്കണം എന്നിങ്ങനെ കുറേ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ കൃത്യമായി പരിഹരിക്കാൻ കഴിയുമോ എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ളൊരു നീക്കവും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതേസമയം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചോളം അദ്ദേഹം കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പാണ് കൈവശം വെച്ചിരുന്നത്. ആ ആഭ്യന്തര വകുപ്പ് കൊടുത്ത് ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു നീക്കം AICCയുടെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ ആ നിർദ്ദേശം കേരളത്തിൽ ഇതുവരെ ചർച്ചയായിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ KPCC അധ്യക്ഷനും ഒപ്പം തന്നെ AICC ജനറൽ സെക്രട്ടറി, സംഘടനാ കാര്യത്തിൻ്റെ ചുമതലയുള്ള KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയുമായി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഒരു സമവായത്തിൽ എത്തിക്കാനുള്ളൊരു നീക്കം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഒട്ടുമിക്ക നേതാക്കന്മാർ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിയാണ് ചർച്ചകൾ നടത്തിയിട്ടുള്ളത്. അതിൽ KPCC അധ്യക്ഷൻ, ഒപ്പം തന്നെ AICC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന MLA മാർ ഇപ്പോഴും അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. അത് ആറന്മുള MLA അബിൻ വർഗി, ഒപ്പം തന്നെ പത്തനാപുരം MLA ജ്യോതികുമാർ ചാമക്കാല, ജോസഫ് വാഴക്കൻ തുടങ്ങിയവരൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. അവിടെ എത്തുന്ന നേതാക്കളുമായൊക്കെ ഇവർ ചർച്ച നടത്തുന്നുണ്ട്. ഒരു അനുനയ നീക്കങ്ങൾ കാര്യമായി നടക്കുന്നുണ്ട്. ഒരു പക്ഷേ നാളെ കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കോൺഗ്രസ് ശുഭപ്രതീക്ഷയിലാണ്. രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിച്ച് ഇത്തവണത്തെ മന്ത്രിസഭയിൽ തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ നേതാക്കന്മാർക്കുമുണ്ട്. ചെറിയ പ്രശ്നങ്ങൾ അത് ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിയും എന്നാണ് നേതാക്കന്മാരും പറയുന്നത്. എന്തായാലും അനുനയ ശ്രമങ്ങൾ മുന്നോട്ട് പോകുന്നു. അദ്ദേഹം മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കന്മാരും പങ്കുവയ്ക്കുന്നുണ്ട്. ശരി, വ്യക്തമാണ്. രമേശ് ചെന്നിത്തലയെ വീണ്ടും അനുനയിപ്പിക്കാനൊരു നീക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വി.ഡി. സതീശൻ ഇപ്പോൾ ചെന്നിത്തലയുടെ വീട്ടിലെത്തിയിരിക്കുന്നു. നിർണായക ചർച്ചകൾ നടക്കുന്നതൊക്കെ വഴുതക്കാട്ടെ വസതിയിലാണ്. ഇനി കാത്തിരിക്കേണ്ടത് ചെന്നിത്തല അയയുമോ എന്നുള്ളതാണ്. എന്തായാലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് D. ബിനോയാണ്.